നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഇപ്പൊ അവളെ കൈയോടെ പൊക്കിയ വർമ്മ സാറിന് ഋതികയോടുള്ള ദേഷ്യം കൂടില്ലേ? മാഡം വേണ്ട എന്താന്ന് വെച്ച ചെയ്. ഓക്കെ. അച്ഛാ, അച്ഛന്റെ ഈ അവസ്ഥ കാണുമ്പോ എനിക്ക് എന്നോട് തന്നെ വെറുപ്പ് തോന്നുന്നു. ഞാൻ എന്റെ ജീവിതം മാത്രം സേഫ് ആക്കാൻ നോക്കി. ദീപക്കിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി മാത്രമല്ല, രാജുവിന് അത്രയ്ക്ക് ഇഷ്ടമായതുകൊണ്ട് കൂടിയാ എനിക്കങ്ങനെ ചെയ്യേണ്ടി വന്നത്. ഞാൻ ചെയ്തത് അത്രയ്ക്കും വലിയ തെറ്റാണെന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അച്ഛനോട് മാപ്പ് ചോദിക്കാൻ പോലും ഞാൻ അർഹയില്ലെന്ന് എനിക്കറിയാം. എങ്കിലും അച്ഛൻ എന്നോട് ക്ഷമിക്കണം. ഒരിക്കലും അച്ഛനൊരു നല്ല മകളായിരിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. അച്ഛന്റെ ആഗ്രഹങ്ങൾക്കൊത്ത് ജീവിക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്നും നമ്മൾ രണ്ടാളും ഒരു നാണയത്തിന്റെ ഇരുവശങ്ങൾ പോലെയായിരുന്നു. ഒരിക്കലും ഒന്നിക്കാൻ കഴിയാത്ത ജീവിതങ്ങൾ. ഇപ്പോഴും സംഭവിച്ചത് മറ്റൊന്നല്ല. രണ്ടുപേർക്കും രണ്ട് തീരുമാനങ്ങൾ. ആഗ്രഹിച്ച കാര്യം നേടിയെടുത്ത് ഞാൻ ജയിച്ചെങ്കിലും അച്ഛൻ തോറ്റപ്പോ ശരിക്കും തോറ്റുപോയത് ഞാൻ തന്നെ. എല്ലാം എന്റെ വിധിയാണെന്ന് പറഞ്ഞ് വിധിയെ പഴിക്കാൻ എനിക്ക് കഴിയില്ല. കാരണം ഈ സംഭവിച്ചതെല്ലാം ഞാൻ ചെയ്ത പ്രവൃത്തിയുടെ പരിണിത ഫലമാണ്. ഈ 2 ദിവസങ്ങൾ കൊണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ എന്തെല്ലാം കാര്യങ്ങളാണ് സംഭവിച്ചത്. എല്ലാത്തിനും ഞാൻ മാത്രമാണ് ഉത്തരവാദി. ഇനി ഒരിക്കലും ഞാൻ അച്ഛനെ വേദനിപ്പിക്കില്ല. എനിക്കെന്റെ അച്ഛനെ തിരിച്ചു വേണം. എന്നെ സ്നേഹിക്കുന്ന, എന്നെ ലാളിക്കുന്ന എന്റെ അച്ഛന്. അച്ഛന്റെ ഓരോ ആഗ്രഹങ്ങളും സാധിച്ചു തരാനും ഓരോ പ്രതീക്ഷകളും അർത്ഥവത്താക്കാനും എനിക്കെന്റെ അച്ഛനെ വേണം. ഇതുവരെ അച്ഛനോട് ചെയ്തതിനൊക്കെ മാപ്പ്, 1000 മാപ്പ്. എന്നോട് ക്ഷമിക്കച്ച. ഹലോ. അംബിക മാഡം, ഞാനാ രമ്യ. ആ പറ രമ്യ, എന്താ ഈ രാത്രി വിളിച്ചേ? ഞാനേ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനാ ഇപ്പൊ വിളിച്ചത്. എന്താ അത്? ഋതിക അങ്ങോട്ട് വന്നിട്ടുണ്ട്. അവിടെ കേറി പോവരുതെന്നല്ലേ വർമ്മ സാറ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ അവളെ കൈയോടെ പൊക്കിയ വർമ്മ സാറിന് ഋതികയോടുള്ള ദേഷ്യം കൂടില്ലേ? മാഡം വേണ്ട എന്താന്ന് വെച്ച ചെയ്. ഓക്കെ. അമ്മേ, എന്താടാ? ഞാൻ വെറുതെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാ.
ഒരു ശബ്ദം കേട്ട് നോക്കിയപ്പോ ആ രാജു. ദേ, ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പോ അവള് മാത്രമല്ല, അവനും ഇവിടെ വന്നിട്ടുണ്ട്. ഏതവള്? ഋതികയോ? അതെ. ഇപ്പോ രമ്യ എന്നെ വിളിച്ചിരുന്നു. ഋതിക ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് അവള് പറഞ്ഞു. അപ്പൊ പിന്നെ അവളിവിടെ? പ്രതാപന്റെ മുറി കാണും. ഇന്നവള് ഹോസ്പിറ്റലിൽ വന്നിട്ടെ പ്രതാപനെ കാണാൻ ഞാൻ സമ്മതിച്ചില്ലല്ലോ. അതിന് പകരമായിട്ട് പ്രതാപനെ കണ്ടേ അടങ്ങൂ എന്ന വാശിയില അവള് വന്നിരിക്കുന്നത്. അവളെ വെറുതെ വിടാൻ പാടില്ല. നീ വന്നേ. അവളെ എവിടെയെങ്കിലും കാണുന്നില്ലല്ലോ. അവളിവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ തന്നെ കാണും. അമ്മേ, ഞാൻ ഈ കട്ടിലിന്റെ അടിയിലൊക്കെ നോക്കാം. അമ്മ ബാത്റൂമിൽ നോക്ക്. അവള് താഴെ ഉണ്ടെന്ന് തോന്നുന്നു. വാ നോക്കാം. ഞാൻ വിലക്കിയിട്ടും നീ പ്രതാപനെ കണ്ടു അല്ലേ? എന്റെ വാക്ക് ധിക്കരിച്ചതിന്റെ ശിക്ഷ നീ ഉടനെ തന്നെ അനുഭവിക്കും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.